2026 റോസി ചെയ്യാൻ പടങ്ങളൊന്നുമില്ല എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇന്ത്യൻ ടൂവിനെ പോലെ തന്നെ എടുത്തു വെച്ചിരിക്കുന്ന കാർത്തിക്കിന്റെ വാ വാത്തിയാരി എന്ന പടം കാണുന്നത്. ഇന്ത്യൻ ടൂവിൽ ജാപ്പനീസ് താത്തയാണെങ്കിൽ ഇതിൽ വാദ്യാർ MGR ആണ്. ഇത്രയേ ഉള്ളൂ ഡിഫറൻസ്. അഴിമതിക്കെതിരെ തട്ടിക്കിളിക്കുന്ന ഒരു നന്മമരം MGRന്റെ കഥയാണ്. അപ്പോൾ പടം തുടങ്ങുന്നത് നമ്മുടെ ഹീറോയുടെ അപ്പൂപ്പനെ കാണിച്ചുകൊണ്ടാണ്. ഇയാളെ പറ്റി പറയുകയാണെങ്കിൽ MGR എന്ന് വെച്ചാൽ ജീവനാണ്. അങ്ങനെ ഒരു ദിവസം MGR മരിക്കുമ്പോൾ നമ്മുടെ ഹീറോയും ജനിക്കും. പക്ഷേ ഇതിലെ ട്വിസ്റ്റ് എന്തെന്ന് വെച്ചാൽ MGRന്റെ കാലിലും മറുകുണ്ടായിരുന്നു, നമ്മുടെ ഹീറോയുടെ കാലിലും മറുകുണ്ടായിരുന്നു. പക്ഷേ ഇതൊക്കെ കണ്ട് സംശയിക്കേണ്ടതിന് പകരം ഇങ്ങനെ സന്തോഷിക്കും. എന്നിട്ട് വന്ന് പറയും, അങ്ങനെ MGRന്റെ തലയ്ക്ക് പിടിച്ച ഈ കളവൻ നമ്മുടെ ഹീറോയ്ക്കും MGRന്റെ പടങ്ങളെ കാണിച്ചു കൊടുക്കാൻ നമ്മുടെ ഹീറോയും MGRന്റെ വലിയൊരു ഫാനായി മാറും. അങ്ങനെ ഒരു ദിവസം നമ്മുടെ ഹീറോയ്ക്ക് 50,000 രൂപ ലോട്ടറി അടിക്കും. അപ്പോഴേക്കും ഈ കളവും പറയും, என்ன சொல்லியிருக்காரு, உழைத்து வாழ வேண்டும், பிறர் உழைப்பில் வாழ்ந்திടാതെ. അട ഗൊമ്മാല, ഇങ്ങനെ വേറെന്തോ അസുഖമുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ അന്ന് തൊട്ട് നമ്മുടെ ഹീറോ ഒരു ഫ്രോഡ് ആവാൻ തീരുമാനിച്ചു. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ ഹീറോ ഒരു പോലീസ് ആകുന്നു. അപ്പോഴേക്കും നമ്മുടെ ഹീറോയുടെ കയ്യിലിരിപ്പ് നല്ലതായതുകൊണ്ട് 6 മാസത്തേക്ക് സസ്പെൻഷൻ കിട്ടും. അപ്പോൾ പടത്തിൽ അഴിമതി കാണിക്കാൻ ഒരു വില്ലൻ വേണമല്ലോ, സോ അതിനുവേണ്ടി ഈ വെറുതെ ഇങ്ങേരെ കൊണ്ടുവരും. പടത്തിൽ ഇങ്ങേരെ പറ്റി ആരെന്ന് പോലും പറയുന്നില്ല, ഏതൊരു കൊണച്ച പെരിസ്വാമി എന്ന് മാത്രമേ പറയുന്നു. അങ്ങനെ ഇങ്ങേരെ CM ചേർന്ന ഒരു വലിയ ബിസിനസ് പ്ലാൻ ഉണ്ട്. അങ്ങനെ നമ്മുടെ ഹീറോയ്ക്ക് സസ്പെൻഷൻ കിട്ടിയോണ്ട് ബാറിൽ പോയി ഡാൻസ് ഒക്കെ കളിച്ച് ചില്ലൊക്കെ അടിച്ച് രാത്രി റോഡിലൂടെ പോകുമ്പോഴാണ് ഈ പടത്തിലെ ഹീറോയിൻ ഒറ്റയ്ക്ക് ഒരു മൂങ്ങയും നോക്കിക്കൊണ്ട് ചിരിച്ചുകൊണ്ടിരിക്കും. പലതരം ഐ കോണ്ടന്റുകൾ കണ്ടിട്ടുണ്ടായിരിക്കും, ബട്ട് ഒരു മൂങ്ങയെ ഐ കോണ്ടന്റ് കൊടുക്കുന്ന ഒരാളെ ആദ്യമായിട്ടായിരിക്കും കാണുന്നത്. അപ്പോഴേക്കും നമ്മുടെ ഹീറോ അവിടെ എത്തും. പിന്നെ എല്ലാ ഹീറോയും ചെയ്യുന്നത് പോലെ നമ്മുടെ ഹീറോയിനെ എങ്ങനെയെങ്കിലും കറക്കി എടുക്കാൻ വേണ്ടി കുറച്ച് ക്രിഞ്ച് ഡയലോഗുകളൊക്കെ അടിക്കും. ஹலோ நைட் நிறைய அப்படி அரகுற வச்சுட்டீங்க. எனக்கு பிடிச்சிருக்கு. ஐ எம் எஜுகேட்டட், பண்பானவன், நான் ரசிப்பேன். എല്ലാവരും എതിർപ്പാക്കാൻ முடியுமா? അങ്ങനെ അവളെ കറക്കിയെടുക്കാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു ആക്സിഡന്റ് സംഭവിക്കും. അത് വേറെ ആരുമല്ല, നമ്മുടെ പെരിയസ്വാമിയുടെ മോൾ വെള്ളം അടിച്ചുകൊണ്ട് കാർ ഓടിച്ച് നേരെ ഒരുത്തിന്റെ പള്ളയിൽ കൊണ്ട് കയറ്റിയതാണ്. അങ്ങനെ ഈ കേസിൽ നിന്നും ആ കൊച്ചിനെ ഒഴിവാക്കാൻ വേണ്ടി നമ്മുടെ ഹീറോ സഹായിക്കും. പകരം ഹീറോയ്ക്ക് പെരിയസ്വാമി 6 മാസത്തെ സസ്പെൻഷൻ കട്ടാക്കി കൊടുക്കും. അപ്പോഴേക്കും ഏതൊരു മഞ്ഞൾ മുഖത്ത് തേച്ച ഒരുത്തൻ TVയിൽ വന്ന് നമ്മുടെ CMന്റെയും പെരിയസ്വാമിയുടെയും പ്ലാനും പൊളിക്കും. അപ്പോൾ ഈ നല്ല കാര്യം ചെയ്ത നന്മമരത്തിനെ പിടിക്കാൻ വേണ്ടി പോലീസ് ഇറങ്ങിത്തിരിക്കും. കൂടെ നമ്മുടെ ഹീറോയും ഉണ്ട്. അങ്ങനെ നമ്മുടെ ഹീറോയുടെ കുറച്ച് ട്രിക്സും ടാക്ടിക്സും വെച്ച് എങ്ങനെയൊക്കെ ആ നല്ല നന്മമരങ്ങളെ പിടിക്കും. അപ്പോഴേക്കും നമ്മുടെ ഹീറോയുടെ അപ്പൂപ്പൻ തട്ടിപ്പോകും. അപ്പോൾ പെരിയസ്വാമി ആ നന്മമരങ്ങളെ കൊല്ലാൻ പറയും. ഇതൊന്നും അറിയാതെ നമ്മുടെ ഹീറോ വീട്ടിലിരിക്കുമ്പോഴാണ് പെട്ടെന്ന് മരിച്ചുപോയ MGR നമ്മുടെ ഹീറോ എടുത്ത് സംസാരിക്കുന്നത്. ഇത് എന്ത് തേങ്ങയാടാ പണി വെച്ചിരിക്കുന്നത്? അപ്പോഴേക്കും ചത്തുപോയി കള്ളക്കളവൻ വന്ന് പറയും, என் பேரன் உன்னோட அம்சம் தான், எல்லாரும் சேர்ந்து மறக்கடிச்சிட்டாங்க, அவனை உன் பொறுப்புல தான் விட்டுட்டு போறேன், നീ ഇതാവണം മാറ്റണം. എന്തൊക്കെയാടാ പറയുന്നത്? ചത്തുപോയ MGR വരാന്. കള്ളക്കളവൻ ചത്താലും നമ്മുടെ ഹീറോയെ വെറുതെ വിടില്ല. അപ്പോഴേക്കും നമ്മുടെ ഹീറോയുടെ ബോഡിയിൽ MGRന്റെ ആത്മാവ് വന്ന് കയറും. എന്നിട്ട് പോയി എവിടെന്നോ ഒരു MGRന്റെ കോസ്റ്റ്യൂം ഇട്ട് ഒരു കുതിരയുടെ മണ്ടയിൽ കയറി ഇരുന്നിട്ട് നേരെ ആ നന്മമരങ്ങളെ രക്ഷിക്കാൻ വേണ്ടി പോകും. എന്നിട്ട് നമ്മുടെ ഹീറോ ആ ചാട്ടവാറ കൊണ്ട് എല്ലാ പോലീസുകാരെ അടിച്ച് ചന്തി അങ്ങ് പൊളിക്കും. അങ്ങനെ നമ്മുടെ ഹീറോയുടെ മാസ് പ്രകടനം കണ്ടിട്ട് അവിടെ നിന്ന് നന്മമരങ്ങൾക്ക് വരെ ഇംപ്രസ് ആവും. അങ്ങനെ അടുത്ത ദിവസം രാവിലെ വാട്ടർ ടാങ്കിൽ നിന്നും നമ്മുടെ ഹീറോ എണീച്ചു വരും. അതായത് നമ്മുടെ ഹീറോയ്ക്ക് അറിയാതെയാണ് രാത്രി കാലങ്ങളിൽ ഹീറോയുടെ ബോഡിയിൽ MGR കയറുന്നത്. രാവിലെ ആകുമ്പോൾ എല്ലാ കാര്യവും മറന്നു. ഇവനാരുടെ അന്യനോ? അങ്ങനെ അടുത്ത ദിവസം തൊട്ട് നമ്മുടെ ഹീറോ രാത്രി കാലങ്ങളിൽ ആ നാട്ടിലെ രക്ഷകനായി മാറും. എവിടെ എന്ത് ആക്രമണം നടന്നാലും നമ്മുടെ ഹീറോ അവിടെ എത്തും, എല്ലാവരെയും രക്ഷിക്കും. ശരിക്കും പറഞ്ഞാൽ ബാറ്റ്മാൻ 144p, അതായത് ബാറ്റ്മാൻ MGR. അങ്ങനെ ഈ കാര്യം നാട്ടിൽ മൊത്തം പാട്ടാവാൻ തുടങ്ങും. പക്ഷെ ഇത് ചെയ്യുന്നത് നമ്മുടെ ഹീറോ തന്നെയാണെന്നുള്ള കാര്യം നമ്മുടെ ഹീറോയ്ക്ക് പോലും മനസ്സിലായില്ല. അപ്പോൾ പെരിയസ്വാമി നമ്മുടെ ഹീറോയെ വിളിച്ചൊരു വാണിംഗ് കൊടുക്കും ആ MGRനെ പിടിക്കാൻ വേണ്ടി. അങ്ങനെ നമ്മുടെ ഹീറോ നേരെ ചെന്ന് നമ്മുടെ ഹീറോയിനെ കാണും. അപ്പോഴേക്കും നമ്മുടെ MGR പുറത്തു ചാടും. ഇത് കണ്ടത് നമ്മുടെ ഹീറോയിന് MGRനോട് ക്രഷ് അടിക്കും. അങ്ങനെ അടുത്ത ദിവസം ആയപ്പോൾ പോലീസ് വന്ന് ഇവളെയും തട്ടിക്കൊണ്ട് പോയി കെട്ടിയിടും. അപ്പോഴേക്കും നമ്മുടെ ഹീറോ MGRന്റെ രൂപത്തിൽ വന്ന് വലിയ മാസൊക്കെ കാണിച്ച് അവളെ അങ്ങ് രക്ഷിക്കും. അങ്ങനെ അടുത്ത ദിവസം രാവിലെ നമ്മുടെ ഹീറോ എണിച്ച് നോക്കുമ്പോൾ മറ്റേ നന്മമരങ്ങൾ നമ്മുടെ ഹീറോയുടെ വീട്ടിൽ നിൽക്കുന്നു. അപ്പോഴേക്കും അവരുടെ മുമ്പിൽ നമ്മുടെ ഹീറോ അന്യൻ പെർഫോമൻസ് കാഴ്ചവെക്കും. ഉണക്കൊണ്ടുമില്ലേ രാമു, കൊഞ്ചം പോവക്കാർ. അപ്പോഴേക്കും പോലീസ് വന്ന് നമ്മുടെ ഹീറോയെ സംശയത്തിൽ പിടിച്ചോണ്ട് പോകും. എന്നിട്ട് ഫിംഗർ പ്രിന്റ് മാച്ച് ആകുന്നോ എന്ന് ട്രൈ ചെയ്യും. പക്ഷെ മറ്റേ നന്മമരങ്ങൾ ഹാക്ക് ചെയ്ത് ആ ഫിംഗർ പ്രിന്റിന് വരെ മാറ്റും. അങ്ങനെ അടുത്ത ദിവസം രാത്രി നമ്മുടെ MGR നേരെ പെരിയസ്വാമിയുടെ മോളിലെടുത്ത് ചെന്ന് ചാട്ടവാർ കൊണ്ടടിക്കും. ഇടയിൽ നമ്മുടെ MGR വേറെന്തുവാണ് ഉദ്ദേശിക്കുന്നത്, കൊച്ചു കള്ളൻ. അങ്ങനെ നമ്മുടെ MGR CMന്റെയും പെരിയസ്വാമിയുടെയും കള്ളക്കളികൾ ലീക്ക്ഡ് ആക്കും. അപ്പോഴേക്കും CMന്റെ ആളുകൾ പെരിയസ്വാമി അങ്ങ് പണി വിടും. അങ്ങനെ നമ്മുടെ ഹീറോ പെരിയസ്വാമിയുടെ ആളുകളെ അടിച്ച് ക്ഷീണിച്ച് നേരെ ആശുപത്രിയിൽ അഡ്മിറ്റ് ആവും. അതോടെ പടം തീർന്നു.